ജീവിതം എന്നും ഒരേപോലെ തുടരില്ല എന്നതിന് ജെയിംസ് കാമറൂണിനേക്കാൾ വലിയ ഉദാഹരണം വേറെ ഉണ്ടാകില്ല. ഇന്ന് ലോക സിനിമയെ സാങ്കേതികമായി വിസ്മയിപ്പിക്കുന്ന ശതകോടീശ്വരനായ ഈ സംവിധായകൻ ഒരു കാലത്ത് കോളേജ് പഠനം ഉപേക്ഷിച്ച് ഉപജീവനത്തിനായി ലോറി ഓടിച്ചിരുന്ന ആളായിരുന്നുവെന്ന് കേട്ടാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ യഥാർത്ഥ ജീവിതം പലപ്പോഴും സിനിമയേക്കാൾ അതിശയകരമാണ്. അദ്ദേഹം ഒരു കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാവും ആഴക്കടൽ പരിവേഷകനുമാണ്. ന്യൂ ഹോളിവുഡ് കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു പ്രധാന വ്യക്തിയായ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്യാധുനിക ചലച്ചിത്ര സാങ്കേതിക വിദ്യയും ക്ലാസിക്കൽ ചലച്ചിത്ര നിർമ്മാണ സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് ലോകമെമ്പാടും $9 ബില്യൺ വരുമാനം നേടി. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ രണ്ടാമത്തെ ചലച്ചിത്ര സംവിധായകനായി 3 അക്കാദമി അവാർഡുകൾ, 2 പ്രൈം ടൈം എമ്മി അവാർഡുകൾ, 4 ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ, 6 ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകൾക്കുള്ള നോമിനേഷനുകൾ എന്നിവയുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കാമറൂണിന് ലഭിച്ചിട്ടുണ്ട്. 1954 കാനഡയിൽ ജനിച്ച ജെയിംസ് കാമറൂൺ ഭൗതികശാസ്ത്രം പഠിക്കാനാണ് കോളേജിൽ ചേർന്നതെങ്കിലും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ട്രക്ക് ഡ്രൈവറായും സ്കൂൾ തൂപ്പുകാരനായും ജോലി ചെയ്യുന്നതിനിടയിലും സിനിമ എന്ന സ്വപ്നം അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. ലൈബ്രറികളിൽ പോയി ഫിലിം ടെക്നോളജിയെക്കുറിച്ച് സ്വയം പഠിച്ചു. 1977 സ്റ്റാർ വാർസ് എന്ന ചിത്രം കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ആവേശഭരിതനായ അദ്ദേഹം ഉടൻ തന്നെ ട്രക്ക് ഡ്രൈവർ ജോലി ഉപേക്ഷിക്കുകയും ആഴ്ചയിൽ $175 ഒരു സിനിമാ കമ്പനിയിൽ ജോലിക്ക് ചേരുകയും ചെയ്തു. 1981 പിരാന 2 എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നതെങ്കിലും അത് പൂർത്തിയാകും മുൻപേ അദ്ദേഹത്തെ പുറത്താക്കി. എന്നാൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. 1984 ദി ടെർമിനേറ്റർ എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെ കാമറൂൺ എന്ന പേരിൽ ലോകം ശ്രദ്ധിച്ചു. വെറും $6 മില്യൺ നിർമ്മിച്ച ആ ചിത്രം $78 മില്യൺ വാരിക്കൂട്ടിയത്. പിന്നീട് അദ്ദേഹം സൃഷ്ടിച്ചതൊക്കെയും ചരിത്രമായിരുന്നു. 1997 പുറത്തിറങ്ങിയ ടൈറ്റാനിക് എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ വഴിത്തിരിവ്. 2009 സിനിമാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച ഗ്രാഫിക്സ് വിസ്മയമായ അവതാർ പുറത്തിറങ്ങി. അടുത്തിടെ പുറത്തിറങ്ങിയ അവതാർ ഫയർ ആൻഡ് ആഷ് വെറും 3 ദിവസം കൊണ്ട് 3000 കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തത്. ഫോർബ്സിന്റെ കണക്കനുസരിച്ച് ഏകദേശം $1.1 മില്യൺ, അതായത് ഏകദേശം 9000 കോടിയിലധികം രൂപ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ന് തൻ്റെ സിനിമകളിലൂടെ മാത്രം ഏകദേശം $9 ബില്യൺ അദ്ദേഹം ലോക വിപണിയിൽ നിന്ന് നേടിയത്. പലരും അസാധ്യമെന്ന് കരുതിയ സ്വപ്നങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്ക്രീനിൽ എത്തിച്ച കാമറൂൺ പ്രതിസന്ധികളിൽ തളരുന്നവർക്ക് വലിയൊരു പ്രചോദനമാണ്. ഒരു കാലത്ത് ലോറി ഓടിച്ചിരുന്ന കൈകൾ ഇന്ന് ലോക സിനിമയുടെ ഗതി നിയന്ത്രിക്കുന്നു എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്.